തക്കാളിയും പീച്ചിങ് വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയിട്ടല്ലോ. ഒരാഴ്ച ഇരുന്നാലും കേടാവത്തില്ല. ഇരിക്കും തോറും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല രുചിയാണ് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പീച്ചിങ്ങയുടെ ഒരു ഹാഫ് എടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് ചീമ്പി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കി ഒരു തക്കാളിയും പീച്ചിങ്ങയും കൂടി നുറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഉണ്ടല്ലോ നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പിലും സവാളയും കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് വഴറ്റിയിട്ട് നമ്മൾ ആ അരിഞ്ഞ് വെച്ചേക്കുന്ന പീച്ചിങ്ങയും തക്കാളിയും കൂടിയിട്ട് ആ ഒരു കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാനായിട്ട് മൂടി വയ്ക്കാം കേട്ടോ. അതായത് 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് രീതിയിൽ നിന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ച് ഒഴിക്കാം കേട്ടോ. തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു കുഞ്ഞ് കഷ്ണം ചുവന്നുള്ളി കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് അങ്ങനെ ഒഴിക്കാം കേട്ടോ. കുഞ്ഞ് രീതിയിൽ തിള വന്ന് കഴിയുമ്പം നിങ്ങൾ തീ ഒന്ന് സിമ്മിലിടുക. അതിനുശേഷം നമുക്കൊരു 2 സ്പൂണോളം തൈര് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയിട്ട് ഇതുപോലെ എടുത്ത് ഒഴിക്കാം കേട്ടോ. ഇനി ഇത്തിരി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് അങ്ങനെ താളിച്ചൊഴിച്ചോ. നല്ല ടേസ്റ്റ് വയ്ക്കാൻ കറി ഇരിക്കും തോറും നല്ല സെറ്റാവുകയും ചെയ്യും, ടേസ്റ്റ് കൂടുകയും ചെയ്യും കേട്ടോ. ഉണ്ടാക്കി നോക്കാം.